ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്റർ വെൽനസ് പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രൊഫസർ ജിബു ജോർജ് വർഗീസ്. അദ്ദേഹം ചെന്നൈ ശ്രീ രാമചന്ദ്ര ഫാക്കൽറ്റി ഓഫ് സ്പോർട്സ് ആൻഡ് എക്സസൈസ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുന്നു. വെൽക്കം സർ. താങ്ക് യു. സാർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ കുറേ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് നേരിടുന്ന കുറേ തടസ്സങ്ങൾ, ബാരിയേഴ്സിനെ പറ്റി. പുതിയതായിട്ട് എന്തെങ്കിലും ഇനിയും കുറേയും കൂടെ കാര്യങ്ങൾ അതിനകത്ത് പറയാം. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻ്റർപേഴ്സണലായിട്ടുള്ള ബാരിയേഴ്സ്, തടസ്സങ്ങൾ, അല്ലെങ്കിൽ പിന്നീട് ഡിസ്കസ് ചെയ്തത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള തടസ്സങ്ങൾ, പിന്നീട് സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള തടസ്സങ്ങൾ. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഈ മൂന്നല്ലാതെ പിന്നെ വേറെ ഒരെണ്ണമുണ്ട്, എൻവിറോൺമെൻറ്റൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ബാരിയേഴ്സ്. ഇപ്പോൾ എൻവിറോൺമെൻറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ പരിസ്ഥിതി, അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പ്രായമുള്ള ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വെളിയിലോട്ട് ഒന്ന് നടക്കണമെന്ന് വിചാരിച്ചാൽ, ഒരു കുറച്ച് ദൂരം നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചാൽ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത് വളരെ പ്രസക്തി ഏറിയതാണ്. എന്ന് വെച്ചാൽ അവിടെ ഒത്തിരി കല്ലുകളാണ്, ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു സർഫസ് അല്ല, വീഴാൻ, സ്ലിപ്പാകാനും അല്ലെങ്കിൽ കാലുളുക്കാൻ അല്ലെങ്കിൽ വീഴാൻ വളരെ സാധ്യതയുള്ളൊരു സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ സറൗണ്ടിങ്സ്, പരിസ്ഥിതിയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ട് ഏർപ്പെടുത്തുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി അങ്ങോട്ട് പോകാൻ തന്നെ വിസമ്മതിക്കും. പിന്നെ അതൊരു ഡീമോട്ടിവേഷൻ ഫാക്ടറായിട്ട് മാറുകയാണ്. അതിനോട് ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. എനിക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, ഇവിടെ നടക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല എന്നേ അവർ പറയത്തുള്ളൂ. സോ അത് വൺ ഓഫ് ദി ഫാക്ടേഴ്സ്. ദാറ്റ് ഈസ് പുവർ എൻവിറോൺമെൻറ്റ്, പുവർ സറൗണ്ടിങ്സ്, വെളിയിലോട്ട് നടക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ പുള്ളിക്ക് ഒരുപക്ഷെ ഞാൻ മുമ്പൊക്കെ പറഞ്ഞ പോലെ പുള്ളി വീട്ടിൽ തന്നെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്ക് താല്പര്യം വളരെ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ് ഒന്ന് നടന്നിട്ട് വന്നാൽ കൊള്ളാമെന്നുണ്ടെന്ന്, ആ സമയമാണ് പുള്ളിക്കാരന് താല്പര്യമെങ്കിൽ ആ സമയത്ത് പ്രോപ്പർ ലൈറ്റിംഗ് പോലും ഇല്ലെങ്കിൽ, ആ സ്ട്രീറ്റ് ലൈറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളില്ലെങ്കിൽ അതും വളരെ ബുദ്ധിമുട്ട് ഏർപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സോ ഇത് രണ്ടാമത്തെ ഫാക്ടർ, പുവർ ലൈറ്റിംഗ്, വാക്കിംഗ് സറൗണ്ടിങ്സ്. പിന്നെ ഒരു നാട്ടിൻ പ്രദേശമാണെങ്കിൽ അദ്ദേഹം നടക്കുന്ന സ്ഥലം ഫ്ലാറ്റ് ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ കയറ്റോ ഇറക്കമൊക്കെ ആയിരിക്കും. സോ അതും കയറ്റോ ഇറക്കത്തിൽ തന്നെ അവിടെ ഒരു സ്മൂത്ത്നെസ് ഇല്ല, നടക്കുമ്പോൾ സോഫ്റ്റ്നെസ് ഇല്ല, റോഡ് സ്റ്റഡി അല്ല, ഈ പറഞ്ഞ പോലെ ലൂസായിട്ടുള്ള കല്ലുകളുണ്ട്, പലയിടത്തും വീഴാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കയറ്റം പ്രയാസമാണ്, അല്ലെങ്കിൽ ഇറങ്ങാൻ പ്രയാസമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും അവരത് അവോയ്ഡ് ചെയ്യാനേ നോക്കത്തുള്ളൂ. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളിൽ പലപ്പോഴും ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെയൊക്കെ വീഴാൻ സാധ്യതകളുണ്ട്. മനസ്സിലായോ? ഇത് ഞാൻ പറഞ്ഞത് ഒരു നാട്ടിൻ പ്രദേശത്തുള്ള ഒരു സിറ്റുവേഷനാണ്. അതേസമയത്ത് നമ്മളിപ്പോൾ ഒരു സിറ്റിയിലാണെങ്കിലോ അല്ലെങ്കിൽ നല്ലൊരു ഡെവലപ്ഡ് ടൗണിലാണെങ്കിൽ പോലും മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷൻ്റെയോ പാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പാർക്കിൽ തന്നെ അത്യാവശ്യം ഗ്രീനറി ഇല്ല, പുള്ളിക്ക് അവിടെ ഒരു കംഫർട്ട് ഫീലിംഗ് വരുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി അവിടെയും, ഒരു പ്രായമുള്ള ഒരു വ്യക്തി അവിടെയും പോകത്തില്ല, മടി കാണിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് പ്രായമുള്ളവർ, അവർ നടക്കുമ്പോൾ ഒന്ന് ടയർഡാവും, അവർക്കൊന്ന് ഇരിക്കണമെന്ന് തോന്നും. അപ്പോൾ ഇരിക്കാനുള്ള സാഹചര്യം ഇല്ല, അപ്പോൾ അവർ വീണ്ടും അവിടെ പോകത്തില്ല. ചിലപ്പോൾ ഒരു പ്രാവശ്യം പോയി കാണും, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുമ്പോഴത്തേന് അവർ തിരികെ വരും, അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ പാർക്കുണ്ട്, പക്ഷേ പാർക്ക് സഫീഷ്യൻ്റ്ലി എക്യുപ്ഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രായമുള്ളൊരു സ്ത്രീയെ അവിടോട്ട് പോകുന്നു, പാർക്കിൽ നടക്കാൻ പോകുന്നു, നടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു റെസ്റ്റ് റൂം യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു, പക്ഷേ റെസ്റ്റ് റൂം ഫെസിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഉള്ള ഫെസിലിറ്റി അത്രയും നീറ്റായിട്ട് മെയിൻറ്റൈൻഡ് അല്ല, അവർ തീർച്ചയായിട്ടും തിരിച്ചങ്ങോട്ട് പോകത്തില്ല. സോ ഇങ്ങനെയുള്ള കോമ്പണൻസ് വളരെ പ്രസക്തി അർഹിക്കുന്നതാണ്. സോ ഇങ്ങനെയുള്ള എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അത് എത്രമാത്രം അങ്ങനെ ഒരു സറൗണ്ടിങ്സ് എത്രമാത്രം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇപ്പോൾ ചിലർ പെറ്റ്സിനെ കൊണ്ട് നടക്കുന്നവരുണ്ട്. ഇപ്പോൾ ഈ പെറ്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒരു വാക്കിങ്ങിന് പോകുന്നതിനും അതിൻ്റേതായ ഗവൺമെൻറ് പോളിസീസ് ഉണ്ട്.
നമ്മൾ പെറ്റ്സ് എവിടെയെങ്കിലും അഴുക്കാക്കി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യേണ്ടത് പെറ്റിൻ്റെ ഉടമയുടെ ചുമതലയാണ്. അവരത് ചെയ്തില്ലെങ്കിൽ അത് അടുത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതും വൺ ഓഫ് ദ റീസൺസ് ആകാം. സോ അൺക്ലീൻ സറൗണ്ടിങ്സ്. സോ ഇങ്ങനെയുള്ള ഓരോ സിറ്റുവേഷൻ വരുന്നത് കാരണമാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു സെൻറ്റർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബാരിയേഴ്സും ഇങ്ങനെയുള്ള ഫാക്ടേഴ്സും ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ഇൻഹൗസ് ഫെസിലിറ്റി നമ്മൾ ചെയ്യുകയാണ്. സോ ഇൻഹൗസ് ഫെസിലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് എക്സാക്റ്റായിട്ട് വേണ്ടിയതായ കാര്യങ്ങളൊക്കെയും ഒരു ക്ലോസ്ഡ് എൻവിറോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു സെൻസറി പാർക്ക് പോലെ ഒരു എൻവിറോൺമെൻറ്റിൽ നമുക്കതെല്ലാം ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും, കുറച്ചുകൂടെ ആക്സസിബിൾ ആയിരിക്കും, കുറച്ചുകൂടെ അവർക്ക് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. അതാണ് പിന്നെയും പറയേണ്ടത്. യൂസർ ഫ്രണ്ട്ലി ആൻഡ് കംഫർട്ടബിൾ ബോത്ത് അറ്റ് ദ സെയിം ടൈം. അവരുടെ പേഴ്സണൽ നീഡ്സും അവിടെ അറ്റൻഡ് ചെയ്യാം, അറ്റ് ദ സെയിം ടൈം അവരുടെ ഫിസിക്കൽ നീഡ്സ് അവിടെ നടക്കുക. ആ പ്രായത്തിൽ അവർക്ക് വേണ്ടിയ ചാലഞ്ചസൊക്കെ ചെറിയ ചാലഞ്ചസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് അവർക്കൊരു കംഫർട്ട് സോണായിട്ട് മാറും അത്. സോ ഓക്കെ, അപ്പോൾ ഈ ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്റർ ഇതിന് പറ്റിയൊരു സജഷൻ ആണെന്നല്ലേ സാർ? അപ്പം തീർച്ചയായിട്ടും, കാരണം ഇവിടെ അത് ഡിസൈൻ ചെയ്തേക്കുന്നത് അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ആയിട്ട് തന്നെയാണ്. സോ ഇവിടെ നമുക്കൊരു ബേസിക് വൈറ്റൽസ് ചെക്ക് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അത് ചെക്ക് ചെയ്തിട്ടേ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെയുള്ള ഓരോ ട്രെയിനിങ്. കാരണം പ്രത്യേകിച്ച് ഒരു പ്രായമായ ഒരു വ്യക്തിക്ക് ഡേ ടു ഡേ ബേസിസിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് കാണും. സോ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ഡെയിലി ഒരു മോണിറ്ററിങ് പോലെ ഒരു ബേസിക് ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്, അതുപോലെ പൾസ് മോണിറ്ററിങ്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പൾസും മോണിറ്ററിങ് അല്ല, പൾസ് ചെക്ക് ചെയ്തിട്ട് BP ചെക്ക് ചെയ്തിട്ട് ഈ ഓരോ ആക്ടിവിറ്റിയിലോട്ട് അന്നത്തെ ആക്ടിവിറ്റിയിലോട്ട് കിടക്കാവുന്നതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ WHO റെക്കമെൻഡേഷൻസ് അനുസരിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ളത് വീക്ക്ലി 3 days അല്ലെങ്കിൽ 4 days ആയിരിക്കും. അത് നമുക്ക് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് പ്ലാൻ ചെയ്യാവുന്നതാണ്. ബാക്കി 2 ദിവസം ചിലപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ആയിരിക്കും, ബാക്കി 2 ദിവസം ചിലപ്പോൾ അല്ലെങ്കിൽ ഒരുപക്ഷെ ബാലൻസ് ട്രെയിനിങ് ആയിരിക്കും. ഓരോ ദിവസവും ഒരേ ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങും ആയിരിക്കത്തില്ല. നമുക്കൊരു വേരിയേഷൻ കൊണ്ടുവരും. അതുപോലെ തന്നെ അത് ഇച്ചിരൂടെ അവരുടെ ആ ലെവലിനുള്ള ചാലഞ്ചിങ് ആക്കും. സോ അങ്ങനെ യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെയുള്ള കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതെ. സോ ഈ ഒരു സിറ്റുവേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രായമുള്ള ഒരു വ്യക്തിക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഇല്ലാതെ വരുമ്പോഴാണ് അദ്ദേഹം കൂടുതൽ സെഡൻറ്ററി ആയിട്ട് മാറുന്നത്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഫാമിലി മെമ്പേഴ്സ് ആയാലും അല്ലെങ്കിൽ ഈ എൽഡേഴ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരെങ്കിലും അതിന് സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ ആ എൽഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ പ്രായമുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ ഇച്ചിരൂടെ മെച്ചപ്പെടുത്താൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഇച്ചിരൂടെ സേഫർ ആക്കാൻ പറ്റുന്നതാണ്. സോ ഇത് ഈ എൻവറോൺമെൻറ്റൽ ബാരിയേഴ്സാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ബാരിയർ. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എക്കണോമിക് അല്ലെങ്കിൽ ആക്സസ് ബാരിയർ. ഇപ്പോൾ എക്കണോമിക് ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സെൻറ്ററിലോട്ട് പോകുന്നതായിരിക്കും. അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, പക്ഷേ ഫെസിലിറ്റിക്ക് മെമ്പർഷിപ്പ് ഫീസ് ഒരുപക്ഷെ വളരെ അധികമായിരിക്കാം. സോ അത് കാരണം അവർ അത് അവോയ്ഡ് ചെയ്യും, അതിലോട്ട് ഇൻവോൾവ് ആകാതിരിക്കും. സോ അങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോഴത്തേന് ഇറ്റ് ബിക്കംസ് എൻ എക്കണോമിക് ബാരിയർ. അതുപോലെ അല്ലെങ്കിൽ അതിന് പകരം ഈ എൽഡറിൻ്റെ മക്കളാരെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഇൻകം ലെവൽ ഏതെങ്കിലും വഴിയിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, ഫൈനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ആക്സസിബിലിറ്റി, ഈ പറയുന്ന സെൻറ്റർ ഇച്ചിരി ദൂരെ ആയിരിക്കാം, ഇപ്പോൾ പുള്ളിക്കാരന് ഡ്രൈവ് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ പുള്ളിക്ക് സ്വന്തമായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേ കയറി പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തണം. സോ ദാറ്റ് ഈസ് ആക്സസിബിലിറ്റി ഓർ ട്രാൻസ്പോർട്ട് ബാരിയർ. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കണ്ടു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ ഇതിൻ്റെ കൂടെ തന്നെ പ്രത്യേകിച്ച് ആയതുകൊണ്ട് ഈ പ്രായമായവർക്ക് വേറെ ഏതെങ്കിലും ഹെൽത്ത് എയിൽമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഈ പ്രോബ്ലംസിൻ്റെ കൂടെ പൈലപ്പ് ആവുകയാണ്. ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട്
പുള്ളിക്ക് പോകാൻ പറ്റും, പക്ഷേ പുള്ളിക്ക് വേറെ ഏതെങ്കിലും ഒരു പ്രോബ്ലം അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ഫോള് കഴിഞ്ഞിട്ടിരിക്കുക, ഒരു വീഴ്ച കഴിഞ്ഞിട്ട് കാല് ഉളുക്കിയിരിക്കുകയാണ്. അപ്പോൾ കാല് ഉളുക്കി 2 മാസം മുമ്പ് ഉളുക്കിയതാണ്, ഇതുവരെ പ്രോപ്പറായിട്ട് റീഹാബിലിറ്റേഷൻ ചെയ്തിട്ടില്ല. ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ ചെയ്യാതെ ഒരു ബസ്സിൽ കയറാനോ അല്ലെങ്കിൽ ഒരു കാറിൻ്റെ അകത്തോട്ട് കയറാനോ സ്വയമേ ഓടിക്കാനോ പ്രയാസമായിരിക്കും. സോ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ കണ്ടുവരുന്ന ബാരിയേഴ്സ് എന്ന് പറയുന്നത്. സാർ, ഈ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന ടൈം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് വെച്ചാൽ നമ്മൾ അത് പലതരമുണ്ട്. എന്നുവെച്ചാൽ ബേസിക് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് വെച്ചാൽ നമ്മുടേതായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മൾ ഒരു വ്യക്തി എല്ലാ ദിവസവും ചെയ്യുന്നതായ റെഗുലർ ആക്ടിവിറ്റീസ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ല് തേക്കുന്നത് മുതൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നു, കുളിക്കുന്നു, പിന്നെ അതുപോലെ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നു, പിന്നെ കുളിച്ചിട്ട് നമ്മൾ തന്നെ തോർത്തുക, ഡ്രൈ ആക്കുക. സോ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, ഡ്രസ്സിങ്, ഈറ്റിംഗ്, ഇങ്ങനെയുള്ളത് ഇതൊക്കെയാണ് ബേസിക് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കുള്ളത് മോഡറേറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്. മോഡറേറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് വെച്ചാൽ മോഡറേറ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യണം, നമ്മളൊരു ബസ്സിൽ കയറുന്നു, അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് പോകുന്നു, അല്ലെങ്കിൽ 2 വീലർ ഓടിച്ച് പോകുന്നു. സോ ഇതിനൊക്കെ മോഡറേറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്. അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വെജിറ്റബിൾ അരിയുന്നു, അല്ലെങ്കിൽ കടയിലോട്ട് പോകുന്നു, കടയ്ക്ക് പോയിട്ട് ഗ്രോസറീസ് വാങ്ങിച്ചിട്ട് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ റെഗുലറായിട്ടുള്ള റുട്ടീൻ വർക്കുണ്ട്, ഇൻ ദ സെൻസ് മാസത്തിലൊരിക്കൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഏതെങ്കിലും ഓഫീസിൽ പോയി ബില്ല് അടയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പോവുക, അല്ലെങ്കിൽ ഒരു പർച്ചേസിന് വേണ്ടി പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോഡറേറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്. പിന്നുള്ളത് ലീഷർ ആക്ടിവിറ്റീസ് ഓഫ് ലീഷർ ഏരിയൽസ് എന്ന് പറയും. ലീഷർ ഏരിയൽസ് എന്ന് പറയുന്നതാണ് നമ്മൾ ആയിട്ടൊന്ന് നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഇരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു പർട്ടിക്കുലർ സ്ഥലത്തിരുന്ന് TV കാണുക. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ലീഷർ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്. അതേ എന്തെങ്കിലും ഒരു ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈവനിങ് ക്യാരംസ് കളിക്കുക, അല്ലെങ്കിൽ ചെസ്സ് കളിക്കുക വിത്തിൻ ദ ഹൗസ്, അതൊരു ഹോബിയായിട്ട് വരും. അതൊക്കെയാണ് ലീഷർ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഈ ബേസിക് ADLs ആണ്. ബേസിക് ADLs എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ബേസിക് ADLs ഒക്കെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതും പ്രത്യേകിച്ച് സെൽഫ് കെയർ, ബേതിങ്, സെൽഫ് ഗ്രൂമിങ്, തല ചെയ്യുന്നത്, പല്ല് തേക്കുന്നത്, അതുപോലെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്. സോ ഈ ഡ്രസ്സിങ് എന്നൊക്കെ വെച്ചാൽ നമ്മൾ വളരെ ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓരോ വ്യക്തിയും സ്വന്തമായിട്ട് ഡ്രസ്സ് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിൽ വേറെ ആരെയും ആശ്രയിക്കാൻ പാടില്ല, ഞാൻ തന്നെ അത് ചെയ്യണം, ഞാൻ ഡ്രസ്സ് മാറുന്നത് ഞാൻ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എല്ലാവരും. കാരണം അത് നമ്മുടെ ഒരു സെൽഫ് ഡിഗ്നിറ്റിയുടെ ക്വസ്റ്റ്യനും കൂടാണ്. അത് ഇപ്പോൾ സ്വന്തം ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തൊന്നും ആയാൽ പോലും, കാരണം ഞങ്ങൾ പേഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്കത് റീസ്റ്റോർ ചെയ്ത് കൊടുക്കുമ്പോൾ, അതായത് അവർക്ക് ഷോൾഡറിന് പെയിൻ ഉണ്ട് അതുകൊണ്ട് ഡ്രസ്സ് മാറാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൈക്ക് വേദനയുണ്ട് ഡ്രസ്സ് മാറാൻ പറ്റുന്നില്ല അതുമൂലം, അല്ലെങ്കിൽ ഹിപ്പിന് വേദനയുണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്. സോ ഇതൊക്കെ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ആ പേഷ്യൻസ് വളരെ ഇമോഷണൽ ആവുകയാണ്. സാറേ, ഇത്രയും നാളെ എനിക്ക് കൈ പൊക്കാൻ വയ്യായിരുന്നു, ഷർട്ട് ഇടാൻ അല്ലെങ്കിൽ എൻ്റെ ബ്ലൗസ് ഇടാനായിട്ട് കൈ പൊക്കാൻ വയ്യായിരുന്നു, ഇപ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ വേറെ ഒരാളെ ആശ്രയിക്കുന്ന രീതിയിലായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ വേദന പോയി കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ കൈ പൊക്കാനും പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ബലഹീനനായിരുന്നപ്പോൾ എനിക്ക് കൈ പൊക്കാൻ പറ്റിയില്ല, ഇപ്പോൾ ബലം തിരിച്ച് കിട്ടിയപ്പോഴത്തേന് കൈ പൊക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ആ ഡ്രസ്സ് ഇടാൻ പറ്റുന്നുണ്ട്, ഇനി ഞാൻ ഒരാളെ ആശ്രയിക്കണ്ടല്ലോ. അത് സ്വന്തം ഫാമിലി മെമ്പേഴ്സ് ആയാൽ പോലും ഈ ഒരു പേഷ്യൻ്റ് എൻ്റെ മുമ്പിൽ വെച്ച് കരഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഹെൽപ്പിന് വിളിക്കുമ്പോൾ അവർ വരും, 4ാമത്തെ പ്രാവശ്യം പറയുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാനിതൊന്ന് തീർത്തിട്ട് വരാം. സോ അങ്ങനെ പറയുമ്പോൾ, അതും പ്രത്യേകിച്ച് ഒരു മുതിർന്നവരോട് പറയുമ്പോൾ അവർക്കത് ഹേർട്ടാവും. കാരണം ഇത്രയും നാൾ ഈ പ്രായം കുറഞ്ഞവരൊക്കെ ഈ മുതിർന്നവരെ അനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് വയ്യാതൊരു അവസ്ഥയിലോട്ട് വരുമ്പോൾ നമ്മൾ ഹെൽപ്പിന് വിളിക്കുമ്പോൾ അതവിടെ ഒരു വളരെ ഡെലിക്കേറ്റായിട്ട് ഒരു സിറ്റുവേഷനാണ് അവിടെ.
ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ഇതിങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിലേക്ക് പോവാതിരിക്കാനായിട്ട് നമുക്ക് വളരെ ഹെൽപ്പ് ചെയ്യും. കാരണം വൺസ് അങ്ങനെ ഒരു ചെറിയൊരു ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്തവരെ ആശ്രയിക്കുമ്പോഴത്തേന് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത്. സോ നമ്മൾ ബേസിക്കലി ഫിസിക്കൽ ആക്ടിവിറ്റി, ഷോൾഡർ, അപ്പർ എക്സ്ട്രിമിറ്റിക്കുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി, ഇങ്ങനെ പല ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴത്തേന് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ബേസിക് ഏരിയൽസ് നമ്മൾ തന്നെ സ്വയമേ ആ എൽഡേഴ്സ് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും പ്രായത്തിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, നമ്മൾ പ്രായത്തിൻ്റേതായ ബുദ്ധിമുട്ടുകളെന്ന് പറയുമ്പോൾ ഇനാക്ടിവിറ്റി മൂലമല്ല, അതല്ലാതെ തന്നെ വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ബോഡി സിസ്റ്റംസ് എല്ലാം ക്രമേണ അതിൻ്റേതായ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ബ്ലഡ് വെസൽസിൻ്റെ പോലും ആർട്ടറി അല്ലെങ്കിൽ വെയിൻസ്, അതിൻ്റെയൊക്കെ ഇന്നർ ലൈനിങ്ങിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ ക്രമേണ കുറഞ്ഞു വരും. പക്ഷെ നമ്മളിത് ഓരോ എക്സസൈസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കുറച്ച് നാളുകൂടെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നല്ലാതെ അതിൻ്റെ ആ ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്നായാലും അത് സ്ലോലി അകത്തോട്ട് കയറും. അപ്പോൾ നമ്മൾ 85 ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 90 ഇയേഴ്സ് ആയിരിക്കാം. അപ്പോൾ 90 ഇയേഴ്സിൽ ഒരാൾ എത്രമാത്രം ആക്റ്റീവ് ആയിരിക്കും എന്ന് നമുക്ക് അറിഞ്ഞുവിടാം. ഒരുപക്ഷെ 90 ഇയേഴ്സിലും നല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്, നമ്മളെ സമൂഹത്തിൽ നമ്മൾ തന്നെ കാണാറുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേന് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇന്നെവിറ്റബിൾ, നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഒരു ലൈഫ് സ്പാൻ എത്രമാത്രം ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും മെയിൻറ്റെയിൻ ചെയ്യാമെങ്കിലും നമ്മുടെ ബേസിക് ഏരിയൽസിൽ നമുക്ക് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാം. അതുപോലെ നമ്മൾ അടുത്തവരെ ഡിപ്പെൻഡ് ചെയ്യാനും ഉള്ള അവസരം വരത്തില്ല. അത് നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസും സെൽഫ് സാറ്റിസ്ഫാക്ഷനും തരും. അപ്പോൾ നമുക്ക് തന്നെ ഒരു ആ പ്രായമുള്ള ഒരു വ്യക്തിക്ക് തന്നെ അതിൻ്റേതായ സെൽഫ് ഡിഗ്നിറ്റി അപ്ഹോൾഡ് ചെയ്യാം. ആരെയും ആശ്രയിക്കുന്നില്ല, സോ ഐ എം ഓൺ മൈ ഓൺ, അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ലെവലാണ് ആ വ്യക്തിക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ ആ ഡിഗ്നിറ്റിയുടെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ്. ഇപ്പോൾ ആ ഫാമിലിയിലുള്ള ബാക്കിയുള്ളവർക്ക് ഒരു മാസം, ഒരുപക്ഷെ ഒരാഴ്ച ഭയങ്കര ബിസിയാണ്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേഷൻ, ഒരാവശ്യത്തിന് വേണ്ടി എല്ലാവരും ഔട്ട് ഓഫ് സ്റ്റേഷൻ പോയൊക്കെയാണ്. കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളെ അവർ നോക്കുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു 2 കടയിൽ പോകണമായിരിക്കും, അല്ലെങ്കിൽ ഒരു ബില്ല് പേ ചെയ്യാൻ പോകണമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു ഓഫീസിലോട്ട് പോകണമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർമിഷന് വേണ്ടി എങ്ങോട്ടെങ്കിലും പോകണമായിരിക്കും, ഒരു ഗവൺമെൻറ് ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിലോട്ട് പോകണമായിരിക്കും. സോ അങ്ങനെയുള്ള ഓരോ അവസരങ്ങൾ വരുമ്പോൾ ഇവർ തന്നെ വോളണ്ടിയർ ചെയ്ത് ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പോയിട്ട് വരുമ്പോഴത്തേന് അദ്ദേഹത്തിനൊരു അച്ചീവ്മെൻ്റ് ആണ്. ഹി ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഫാമിലി. സോ ഹി ഡസ് നോട്ട് ഫീൽ വർത്ത്ലെസ്, എന്നെ കൊണ്ടൊന്നും സാധിക്കുന്നില്ലല്ലോ. പക്ഷേ അതിന് വിപരീതമായിട്ട് ഞാൻ അത് ചെയ്തിട്ട് വരാമെന്ന് പറയുമ്പോൾ അത് പുള്ളി തന്നെ അവിടെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ സിറ്റുവേഷനിൽ, ആ ഒരു സർക്കംസ്റ്റാൻസിൽ, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ ഐ എം സ്റ്റിൽ വാല്യുബിൾ, എന്നെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഫീലിംഗ് കൊടുക്കുകയാണ്. സോ ഇങ്ങനെയുള്ള ഇതിനുള്ള ഒരു പ്രിപ്പറേറ്ററി ഫേസ് എന്ന് പറയുന്നത് നമ്മൾ എൽഡർ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഒരു 50s സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും നമ്മുടേതായ ഒരു ഹോബി അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ലീഷർ ഏരിയൽസ് കണ്ടെത്തണം. നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ലെവൽ, അല്ലെങ്കിൽ നമ്മുടേതായ ഒരു കമ്മ്യൂണിറ്റി, ഒരു സെയിം ഏജ് ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി കണ്ടെത്തിയിട്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരുമായിട്ട് വെളിയിലോട്ടൊക്കെ പോവുകയാണ്, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണ്, അവരുമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു വീക്കെൻഡ് നമുക്കൊരു ഔട്ടിങ് പോകാം, എവിടെയെങ്കിലും പോകാം. സോ അങ്ങനെ ഒരു മന്ത്ലി വൺസ് ഒരു ഔട്ടിങ് അവരുടെ കമ്മ്യൂണിറ്റി, അവരുടെ ഏജ് ഗ്രൂപ്പുമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ വൺസ് ഇൻ 3 months ആയിരിക്കാം. സോ അവരൊരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യണം അവിടെ. ആ ആക്ടിവിറ്റി പല സ്റ്റേജസിലായിരിക്കാം. ചിലപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ബീച്ചിൽ പോകുമായിരിക്കും, ചിലപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു മൗണ്ടൻ ക്ലൈമ്പിങ്ങിന് പോകുമായിരിക്കും, അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ആ ലെവലിൽ. ചിലപ്പോൾ എല്ലാവരും കൂടെ ഒരു തീം പാർക്കിൽ പോകുമായിരിക്കും, അവിടെയും പല ആക്ടിവിറ്റീസ്. സോ അവർ പല ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ട് ഒരുപക്ഷെ 1-2 പേർക്ക് അവിടെ അങ്ങനെ കയറാൻ പറ്റുന്നില്ല. സോ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ഞാൻ പിടിച്ച് നമുക്ക് ഒരുമിച്ച് കയറാമെന്ന് പറഞ്ഞ് 2 സൈഡ് അപ്പുറവും ഇപ്പുറവും പിടിച്ചുകൊണ്ട് കയറുക. അപ്പോൾ ഇദ്ദേഹവും കയറാൻ വയ്യാതിരുന്ന വ്യക്തിയും ആക്റ്റീവ് ആവുകയാണ് അവിടെ. സോ സെക്കൻഡ് അറ്റംപ്റ്റ്, തേർഡ് അറ്റംപ്റ്റ് അദ്ദേഹം ട്രൈ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് തനിച്ചും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അദ്ദേഹം അന്ന് തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് അതിനെന്താണ് ചെയ്യേണ്ടത്, അതിനൊരു ഫിസിക്കൽ ആക്ടിവിറ്റി, വാക്കിങ്ങിന് പോവുകയാണ്, അല്ലെങ്കിൽ സിറ്റ് ടു സ്റ്റാൻഡ് എക്സസൈസ് ചെയ്യുകയാണ്, കാലുകൾക്ക് ബലം വരാനുള്ള എക്സസൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ എക്സസൈസ് പ്രിസ്ക്രിപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഈ സ്റ്റെപ്സ് കയറി അങ്ങോട്ട് പോകുമ്പോൾ എന്നെയും കൊണ്ട്
അത്രയും സ്പീഡിൽ പോകാൻ പറ്റിയില്ല, അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കാരണം ഈ 50 to 60 കാറ്റഗറി ആണെങ്കിൽ പോലും അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലാണ്, ഒരു ഓഫീസ് ജോബിലാണ്. ഡെയിലി ഇരിക്കുക, പിന്നെ കാറിലോട്ട് കയറുക, വീട്ടിലോട്ട് പോവുക, തിരിച്ചു വരിക, പിന്നെയും അവിടെ തന്നെ ഓഫീസിലിരിക്കുന്ന ഒരു നേച്ചർ ഓഫ് ജോബാണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് ഹീ മൈറ്റ് ഫാസ്റ്റ് ട്രാക്ക് ടു ആൻ എൽഡർലി ഏജ്. അത് പ്രൊലോങ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, കൂടുതലൊരു ആക്ടിവിറ്റി ലെവലിലോട്ട് കൊണ്ടുപോവുക. അതിനുള്ള മോട്ടിവേഷനായിട്ട് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് മാറും. സോ ഈ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് അതനുസരിച്ച് നമ്മൾ തന്നെ സെൽഫ് ട്യൂൺ ചെയ്ത് സെൽഫ് പ്ലാൻ ചെയ്ത് അതിന് വേണ്ടി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ പോലും നമുക്കതിനുള്ള ഒരു കമ്മ്യൂണിറ്റി സെറ്റിങ്സ് ആണുള്ളത്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. അതിന് വേണ്ടിയവരെല്ലാവരും കൂടെ രജിസ്റ്റർ ചെയ്യുക. നമ്മൾ വീക്ക്ലി മീറ്റിങ്സ്, മന്ത്ലി ഗെറ്റ് ടുഗദർ സെഷൻസ് വെച്ചിട്ട് നമുക്കങ്ങനെ ആക്ടിവിറ്റി മോഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. കൂടുതലായിട്ട് അവർക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആകാൻ പറ്റും. അതെ, ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആകാൻ പറ്റും. ആ ഒരു ഐസൊലേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകിച്ച് പ്രായമായതിൻ്റേതായ ഒരു ഫീലിങ്ങോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഫീലിംഗ് നോട്ട് കോൺട്രിബ്യൂട്ടിങ് ടു ദ സൊസൈറ്റി ഓർ ടു ദ ഫാമിലി, അങ്ങനെ ഒരു ഫീലിംഗ് തന്നെ ഇല്ലാതാക്കാൻ പറ്റും. സോ അങ്ങനെ വരുമ്പോഴത്തേന് ഐ ആം ഹെൽത്തി, ഐ ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്, എന്നെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോഴും സാധിക്കും. സോ ഐ വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ഇൻ ദാറ്റ് വേ. അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടും. സോ ഈ എക്സസൈസസ് മൂലം നമ്മൾ ഇപ്പോൾ ഒരു മൾട്ടിപ്പിൾ പ്രോഗ്രാംസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ട്രെങ്ത് ട്രെയിനിങ് ആയിരിക്കും, ബാലൻസ് ട്രെയിനിങ് ആയിരിക്കും, അല്ലെങ്കിൽ മസിൽ കോർഡിനേഷൻസ് ആയിരിക്കും, കൺട്രാക്ഷൻ കോർഡിനേഷൻ എന്ന് പറയും. അപ്പോൾ മസിൽ കോർഡിനേഷൻസ് ആയിരിക്കും. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത് മൂലം നമ്മളെ കൊണ്ട് പല ആക്ടിവിറ്റീസും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഫങ്ഷണൽ ട്രെയിനിങ് കൊടുക്കും. ഫങ്ഷണൽ ട്രെയിനിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ പോലെ സിറ്റ് ടു സ്റ്റാൻഡ്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ വെച്ച് കഴിഞ്ഞാൽ 5 പേരെ ഒരുമിച്ച് ഇരുത്തുക, 5 പേരും സ്റ്റാൻഡ് ചെയ്യുന്ന ആ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. സിറ്റിംഗ് ടു സ്റ്റാൻഡിങ് ഒരു ടാർഗറ്റ് കൊടുക്കുക, കൈ എത്തിപ്പിടിച്ച് ടച്ച് ചെയ്യാൻ നോക്കുക. അങ്ങനെ കൈ എത്തിപ്പിടിച്ച് ടച്ച് ചെയ്യാൻ നോക്കുമ്പോഴത്തേന് അതിനുള്ള സ്പീഡ് നമുക്ക് 5 പേരുടെയും സ്പീഡ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അവർ തമ്മിൽ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് നമുക്ക് കൊണ്ടുവരാം. സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേന് അവരറിയാതെ പോലും ഒരുപക്ഷെ അവരുടെ ഉള്ളിലൊരു പേടിയുണ്ട്, ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റാൽ എനിക്ക് അവിടെ എന്തെങ്കിലും പ്രോബ്ലം പറ്റുമോ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എഴുന്നേറ്റപ്പോൾ എനിക്കിവിടെ ഒരു വേദന ഉണ്ടായിരുന്നു, അത് മറന്ന് അവർ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലോട്ട് അവർ ഇൻവോൾവ് ആയി കിട്ടും. സോ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഈ ഗ്രൂപ്പ് സെഷൻസിനുണ്ട്. ഈ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സസൈസ് കൊടുക്കുന്നത് കാരണം. സോ അങ്ങനെയുള്ള ഒരു മോട്ടിവേഷൻ ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള ആൾക്കാരിൽ. താങ്ക് യു സാർ. ഇന്ന് സാർ കൂടുതൽ നമ്മളോട് സംസാരിച്ചത് ബേസിക് ഏഡിയൽ ആക്ടിവിറ്റീസിനെ കുറിച്ചും അത് കൂടുതലും ഓൾഡ് ഏജ് ആയിട്ടുള്ള പ്രഷർക്ക് കുറച്ചുകൂടെ മോട്ടിവേറ്റിംഗ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. വരും എപ്പിസോഡിൽ കൂടുതൽ നമുക്ക് സാറിനോട് ഇതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.